നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമൻ കർക്കടക മാസം രാമായണ മാസം എന്ന് തന്നെ പ്രസിദ്ധമായി കഴിഞ്ഞു. വീടായാൽ രാമായണം വേണം എന്നുള്ള ഒരു ചിന്തയാണ്. രാമായണം എല്ലാ വീടുകളിലും ഇനി നിർബന്ധമാക്കുക. അതിനി സുന്ദരകാന്ഡമായിക്കോട്ടെ, ഇനി ഓരോ കാണ്ഡങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് വാങ്ങിച്ച് വെക്കണമെങ്കിലും വാങ്ങിച്ച് വെക്കാം. രാമായണം മസ്റ്റായിട്ടും ഓരോ വീടുകളിലും ആവശ്യമാണ്. ഈ ഭക്തിയുടെ കഥകളൊന്നും ഇല്ലെങ്കിൽ ഭക്തിയിലേക്കൊന്നും ഇപ്പോൾ ശ്രദ്ധ തിരിക്കുന്നില്ല. എന്തുകൊണ്ട് അത് വേണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഭക്തി മാറ്റിവെക്കാം. ഭക്തി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ അത് ഡിവോഷൻ എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഒരു രീതിക്ക് നമുക്ക് ചിന്തിക്കാം. മറ്റൊരു രീതിക്ക് ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡാണ് ഭക്തി എന്ന് ഏവരും ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പെർസെപ്ഷൻ മുഴുവനും മാറിക്കഴിഞ്ഞു. ഭക്തി ഒരു ആറ്റിറ്റ്യൂഡാണ്. മാതൃഭക്തി ആറ്റിറ്റ്യൂഡാണ്. പിതൃഭക്തി ആറ്റിറ്റ്യൂഡാണ്. ഗുരുഭക്തി ആറ്റിറ്റ്യൂഡാണ്. കാര്യത്തിലേക്ക് വരാം. രാമായണം എന്തുകൊണ്ട് വീടുകളിൽ വേണം? കൊച്ചു കുട്ടികളെ വായിപ്പിച്ച് ശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അവരെ ഡെയിലി ഒരു പേജ് ഇല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് 10 മിനിറ്റ് 5 മിനിറ്റെങ്കിലും കൊച്ചു കുട്ടികളെ രാമായണം വായിപ്പിക്കുക. എന്തുകൊണ്ട്? ആ സന്ദേശം മനസ്സിൽ കടക്കും. കുട്ടികളുടെ മനസ്സ് കാലിയാണ്. മനസ്സിനകത്തൊന്നുമില്ല, കളങ്കമില്ലാത്ത മനസ്സാണ്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ഓരോ ദിവസവും കടന്നുപോയി ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മകനും മകളും എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിന്ന് വിവാഹത്തിലേക്കായി നിൽക്കുകയാണ്. ജോലി ലഭിക്കുന്നില്ല, നെട്ടോട്ടം ഓടുകയാണ്. ജീവിതം തകരുന്ന മട്ടിലേക്കായി, ഇല്ലെങ്കിൽ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. പക്ഷെ ഒരു 10 മിനിറ്റ് നാമജപം ശീലിക്കുന്നില്ല. ധർമ്മബോധം ഇല്ല. എങ്ങനെയെങ്കിലും കാര്യസാധ്യമാക്കണം. അതിന് കോപ്പി അടിക്കുന്നത്, എങ്ങനെയെങ്കിലും ജീവിച്ച ഒരു വ്യക്തിയെ കാണിക്കുന്നു. അവനെ കണ്ടില്ലേ, അവൻ എത്ര അധർമ്മം ചെയ്തിട്ടും അവൻ നന്നായിട്ട് ജീവിക്കുന്നില്ലേ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞാനും ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ് മഹാഭാരതത്തിൽ, എവർക്കും അറിയാം, യഥോ ധർമ്മസ്തതോ ജയ എന്ന് പറഞ്ഞു. കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാമായണം ഒരു 5 മിനിറ്റ് നിത്യവും വായിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ധർമ്മബോധം വളരും. ഈ ധർമ്മം എന്ന് പറയുമ്പോൾ ദ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, റൈറ്റിയസ്നെസ് എന്നൊക്കെ പറയാം. നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതാരും ചിന്തിക്കുന്ന പോലുമില്ല. കാരണം കുട്ടികൾ ജനിച്ച് വീണപ്പോൾ മുതൽക്ക് തന്നെ നാം അവരെ ശീലിപ്പിച്ച് വരുന്നത് എന്താണ്? ജോണി എസ് പാപ്പ എന്നുള്ള ചിന്തയാണ്. ശരീരം ഇന്ത്യയിലും മനസ്സ് യൂറോപ്പിലുമാണ്. എന്തു ചെയ്യാൻ പറ്റും? അപ്പോൾ കുറഞ്ഞ പക്ഷം എല്ലാവരുടെ വീട്ടിലും ഒരു രാമായണം വാങ്ങിച്ചു വയ്ക്കുക. കുട്ടികളെ 10 മിനിറ്റെങ്കിലും അത് വായിപ്പിക്കുക. പതുക്കെ ഒരു ഹാബിറ്റാവും. കുട്ടി നാളെ ചോദിക്കും, രാമൻ ആരായിരുന്നു, രാമൻ എന്താണ് ചെയ്തത്, ഒരു രാമൻ ധർമ്മമൂർത്തി, ധർമ്മവിഗ്രഹം, ആ രാമൻ്റെ പ്രവൃത്തി എന്തായിരുന്നു എന്നിങ്ങനെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. കുട്ടിയുടെ ബുദ്ധി തെളിയും, നല്ലതിലേക്ക് നീങ്ങുവാനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ രാമായണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.